നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്ന രാജ്യമായ സിറിയ ഭീകരതയുടെ മുഖമായി മാറുകയാണ്. അയൽ രാജ്യങ്ങളുടെ ആക്രമണവും ആഭ്യന്തര യുദ്ധവും ശക്തമായ സിറിയയിൽ വെടിയൊച്ചകളും മിസൈൽ ആക്രമണങ്ങളും സർവ്വസാധാരണമാണ്. ഓരോ നിമിഷവും ജീവൻ കയ്യിൽ പിടിച്ചാണ് സിറിയൻ ജനത ജീവിക്കുന്നത്. എന്നും വെടിയൊച്ചകളും ബോംബേറും പതിവായതിനാൽ മുതിർന്നവർക്ക് അതൊരു ശീലമായി മാറി. ഭീകര ശബ്ദത്തോടെ ബോംബ് വർഷിക്കുന്നതും വ്യോമാക്രമണങ്ങളും കുട്ടികളിൽ ഭീതി പരത്തുന്നതുമായ ഇത്തരം സംഭവങ്ങൾ സിറിയയിൽ സർവ്വസാധാരണമാണ്. തൻ്റെ 4 വയസ്സുകാരി മകൾ ബോംബേറിൻ്റെ വലിയ ശബ്ദം കേട്ട് പേടിക്കാതിരിക്കാൻ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിലെ ഇദ്ലിബിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 4 വയസ്സുകാരി സെൽവയും അച്ഛൻ അബ്ദുള്ളയുമാണ് ബോംബേറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിരിക്കുന്നത്. ഒരു തരം കളിയാണെന്ന് പറഞ്ഞായിരുന്നു അബ്ദുള്ള മകളെ ചിരിപ്പിച്ചത്. ബോംബ് എറിയുന്ന ശബ്ദം കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കണമെന്ന് അബ്ദുള്ള മകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് ബോംബ് പൊട്ടുന്നത് കേൾക്കുമ്പോഴെല്ലാം സെൽവ പൊട്ടി ചിരിക്കും. എന്നാൽ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ട് അബ്ദുള്ളയുടെ മനസ്സ് പിടയുന്നത് വൈറലായ ദൃശ്യങ്ങളിലൂടെ കാണാനാകും. മാധ്യമപ്രവർത്തകനായ അലി മുസ്തഫയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്തൊരു സങ്കടകരമായ ലോകമാണ്! ബോംബ് എറിയുന്ന ശബ്ദം കേട്ട് മകൾ പേടിക്കാതിരിക്കാൻ അച്ഛൻ പുതിയ കളികൾ ഉണ്ടാക്കുകയാണ്. ഓരോ നിമിഷവും സിറിയയിൽ ബോംബേർ നടക്കുകയാണ്. അവൾ ചിരിക്കുകയാണ്. അതിനാൽ അവൾ പേടിക്കില്ല എന്ന കുറിപ്പോടെയായിരുന്നു അലി മുസ്തഫ വീഡിയോ പങ്കുവച്ചത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും മനസ്സ് പിടയ്ക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വീഡിയോയിലൂടെ മനസ്സിലാകുന്നുണ്ടെന്നാണ് കണ്ടവരെല്ലാം ഒന്നടങ്കം പറയുന്നത്. വാക്കുകൾക്ക് അതീതമാണ് അവരുടെ ബന്ധമെന്നും ഒരച്ഛൻ തന്റെ മകളെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് കണ്ണു നിറയ്ക്കുകയാണെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ആഭ്യന്തര യുദ്ധവും IS ഭീഷണിയും തുടരുന്ന സിറിയയിൽ നിന്നും ദിവസവും നിരവധി ആളുകളാണ് പലായനം ചെയ്ത് പോകുന്നത്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 8 ലക്ഷത്തിലധികം ആളുകൾ ഒഴിഞ്ഞുപോയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ 60% പേരും കുട്ടികളാണെന്നതാണ് ശ്രദ്ധേയം. 9 വർഷമായി തുടരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തിനെതിരെ ലോകമനസാക്ഷിയെ ഉണർത്തിയ സിറിയൻ ബാലൻ ഐലൻ കുർദിയുടെ ദാരുണ ചിത്രം ലോകമനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. 2015 കടൽ കടക്കുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ് കരയ്ക്കടിഞ്ഞ ഐലൻ കുർദി ഒരു പ്രതീകമായിരുന്നു. ആ ചിത്രം ലോകമനസാക്ഷിക്ക് മുൻപിൽ എക്കാലത്തെയും ഒരു ചോദ്യചിഹ്നമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.